നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. UDF സർക്കാർ ധവളപത്രം ഇറക്കിയിരിക്കുന്നു. ധവളപത്രം സർക്കാരിൻ്റെ ധനസ്ഥിതി വെളിപ്പെടുത്തുന്ന ആധികാരികമായ ഔദ്യോഗികമായ രേഖയാണ് എന്ന് എല്ലാവർക്കും തന്നെ അറിയാം. ധവളപത്രം ഇറക്കിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ എങ്ങനെയാണ് ഈ സംസ്ഥാനം ഭരിച്ചത്, അതിൻ്റെ പേരിൽ എന്തൊക്കെ ബാധ്യതകളുണ്ട്, എന്തൊക്കെ നേട്ടങ്ങളുണ്ട് എന്ന് പൊതുജനത്തെ കൃത്യമായി മനസ്സിലാക്കിക്കുന്ന ഒരു രേഖ എന്ന തരത്തിൽ തന്നെയാണ് UDF സർക്കാർ ഇതിറക്കിയത്. പക്ഷേ അതിൽ പോലും കൃത്യമായ ഡേറ്റകൾ ഉൾക്കൊള്ളിക്കുവാനായിട്ട് സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പരാജയമായിട്ട് ചില നിരീക്ഷകരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഇപ്പോൾ സർക്കാർ ഇറക്കിയ ധവളപത്രത്തിൽ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കടം എന്ന് പറയുന്നത് 5.7 ലക്ഷം കോടി രൂപയാണ്. ഇത്രയാണ് സർക്കാരിൻ്റെ ബാധ്യതയായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. എന്നാൽ ഇത്രയും മാത്രമാണോ, അതായത് 5.7 ലക്ഷം കോടി രൂപയാണോ ഇപ്പോൾ കേരള സർക്കാരിൻ്റെ കടം? അല്ല, അങ്ങനെയല്ല എന്നാണ് CAG പറയുന്നത്. അതായത് ഈ ധനസ്ഥിതി അനുസരിച്ച് 2025 ധനസ്ഥിതി അനുസരിച്ച് 2026 ഉണ്ടാകേണ്ട കടം 6 ലക്ഷം കോടിയാണ്. എന്നിട്ടും എന്തേ 5.7 ലക്ഷം കോടി മാത്രം സർക്കാരിൻ്റെ ബാധ്യതാ ലിസ്റ്റിൽ വരുന്നത്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കിഫ്ബിയുടെ കടം ഒരു പൊതുകടം അല്ലെങ്കിൽ സർക്കാരിൻ്റെ കടമായിട്ട് ഇപ്പോഴും ഈ ഡോക്യുമെൻറ്റിൽ, അതായത് ധവളപത്രത്തിൽ പോലും കണക്കാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അത് സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ പിഴവാണ്. അത്തരത്തിൽ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സർക്കാർ കിഫ്ബിയുടെ കടമായ 48,773 കോടി രൂപ ഇപ്പോൾ ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ കടം എല്ലാം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഇത് സർക്കാരിൻ്റെ പൊതുകടത്തിൻ്റെ ലിസ്റ്റിൽ ധവളപത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നുള്ളതാണ്. കിഫ്ബി എന്നത് ഒരു സാധാരണ സ്ഥാപനമല്ല, അതൊരു സർക്കാർ സ്ഥാപനം തന്നെയാണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് സർക്കാരിൻ്റെ തന്നെ സ്ഥാപനമാണ്. അങ്ങനെ അംഗീകരിക്കാൻ പാടില്ല. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ, സംസ്ഥാനത്തിൻ്റെ ബാധ്യതാ ലിസ്റ്റിൽ വരില്ല എന്നാണ് കിഫ്ബി ഉണ്ടാക്കിയ അന്നത്തെ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക് തന്നെ പറയുന്നത്. പക്ഷേ ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ട്? ഇതിൽ വാസ്തവമില്ല എന്നാണ് രേഖകൾ തന്നെ പറയുന്നത്. അതായത് തോമസ് ഐസക് കിഫ്ബി കൊണ്ടുവന്നപ്പോൾ തന്നെ പെട്രോളിന് ഒരു സെസ് ഏർപ്പെടുത്തിയിരുന്നു. ഈ പെട്രോളിൻ്റെ സെസ്സിലേക്ക് വരുന്ന ഫണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? അത് നേരെ പോകുന്നത് കിഫ്ബിയിലാണ്. മാത്രമോ 50% വെഹിക്കിൾ ടാക്സ്, വാഹന നികുതി, ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഇത് വീണ്ടും പോകുന്നത് നേരെ കിഫ്ബിയിൽ തന്നെയാണ്. അപ്പോൾ അത്തരത്തിൽ സർക്കാരിൻ്റെ ധനം ഉപയോഗിച്ചുകൊണ്ട് ആ സ്ഥാപനം മുന്നോട്ട് പോകുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം അത് സർക്കാർ സ്ഥാപനമെന്നാണ്, അല്ലെങ്കിൽ അതിൽ വരുന്ന ബാധ്യത സർക്കാരിൻ്റെ ബാധ്യത തന്നെയാണ്. അതിൽ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചാലും ഉൾക്കൊള്ളിച്ചില്ലെങ്കിലും സർക്കാരിൻ്റെ ബാധ്യത തന്നെയാണ്. ഇത് CAGയുടെ കണ്ടെത്തലാണ്. അതുകൊണ്ട് തന്നെ കിഫ്ബിയുടെ കടവും സർക്കാരിൻ്റെ പൊതുകടമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇനി വേറെയും ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിനകത്ത് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്, അതായത് ഇപ്പോൾ ധവളപത്രം ഇറക്കാൻ വേണ്ടിയിട്ട് UDF സർക്കാർ ആശ്രയിച്ച ധനകാര്യ വിദഗ്ധന്മാരായിട്ടുള്ള മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ ചന്ദ്രശേഖറും ഡോക്ടർ C വീരമണിയും ഡോക്ടർ നാരായണയും ഒക്കെ പറയുന്നത്, ഇതിൽ നിന്ന് രക്ഷപ്പെടുവാൻ, അതായത് ഇപ്പോഴത്തെ ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏക മാർഗം ഒന്നുകിൽ ഈ പെൻഷൻ പ്രായം വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. ജോബ് ക്രിയേഷൻ, അതായത് ജോബ് ക്രിയേഷനെ കുറിച്ചുള്ള കാര്യമായ രീതിയിലുള്ള സൂചനകളൊന്നും തന്നെ അത്ര ആധികാരികമായി പറയുന്നില്ല എന്നാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇവരുടെ തന്നെ മുൻ ധനകാര്യമന്ത്രിയായ ചിദംബരം ഒരിക്കൽ മുദ്രാ ലോണിനെ കുറിച്ച് പറഞ്ഞത്, മുദ്രാ ലോൺ വഴി ഉണ്ടാക്കുന്ന ജോബ് ക്രിയേഷൻ, ജോലി ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ അത് തൊഴിലേ അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തിന് വലിയ അബദ്ധം പറ്റിയത് സംരംഭകത്വത്തെ സൃഷ്ടിക്കുന്ന ഒന്നാണ്, അതിലൂടെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്ന തരത്തിൽ അദ്ദേഹം അതിനെ വ്യാഖ്യാനിക്കുവാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ്, ഇന്ത്യൻ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തൊഴിലിനെ തൊഴിലായി പരിഗണിക്കേണ്ടത്.
പക്ഷേ അദ്ദേഹം യൂറോപ്യൻ സെൻട്രിക്കായ യൂറോപ്യൻ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തൊഴിലിനെ പരിഗണിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അബദ്ധം പറ്റി. ഇപ്പോൾ ഇത്തരത്തിലുള്ള ചില പദ്ധതികളിലൂടെ മാത്രമേ സ്റ്റേറ്റിന് ചില ഇത്തരം ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ പറ്റൂ. ഒപ്പം സംസ്ഥാനത്തിലെ യുവാക്കൾക്ക്, അതായത് സംസ്ഥാനത്ത് നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന യുവാക്കളെ ഇവിടെ പിടിച്ചു നിർത്തണമെങ്കിൽ തീർച്ചയായും അതിന് വേണ്ട സാഹചര്യങ്ങൾ സർക്കാർ ഒരുക്കി കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്താൽ പോലും അതൊരു സെൽഫ് കോൺട്രഡിക്ടറി ആവും. അവർ പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരെ തന്നെ പ്രവർത്തിക്കുന്നതിന് തുല്യമായിട്ട് അത് പരിഗണിക്കേണ്ടി വരും. സംസ്ഥാനത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെയധികം മോശമായ മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനമായും സർക്കാരിന് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് ഭാവിയെ മുന്നിൽ കണ്ട ഒരു പദ്ധതി നടപ്പിലാക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതായത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ മൂലധന നിക്ഷേപം വളരെയധികം കുറവാണ് സ്റ്റേറ്റിൽ. ഒരുപക്ഷെ രാജ്യത്തിലെ തന്നെ ഏറ്റവും ചെറിയ നിക്ഷേപമാണ്. അത് ഒരു സർക്കാരിൻ്റെ നട്ടലൊടിക്കുന്ന, അല്ലെങ്കിൽ ആ സംസ്ഥാനം ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ചിന്തിക്കുന്ന സർക്കാരുകൾ മാത്രമേ ഇത്തരത്തിൽ ഇങ്ങനെ ചെയ്യുള്ളൂ. അതായത് കടം വാങ്ങിയതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ഇവിടുത്തെ സാലറി കൊടുക്കാനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയാണ് എന്നർത്ഥം. 77% സർക്കാരിൻ്റെ വരുമാനം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി തന്നെയാണ് വിനിയോഗിക്കുന്നത് എന്ന് സർക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 21,000 കോടി രൂപയുടെ അധിക വായ്പയും അധിക ബാധ്യതകളും മറ്റു പല മേഖലകളിൽ നിന്നായിട്ട് സർക്കാരിന് ഉണ്ടും താനും. അപ്പോൾ ഇത്തരത്തിൽ സർക്കാർ വരുത്തി വച്ച കടങ്ങളെല്ലാം തന്നെ നമുക്ക് പരിഗണിച്ച് നോക്കുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ നട്ടലൊടിക്കുന്നതും, എന്നാൽ സംസ്ഥാനത്ത് പൂർണ്ണാർത്ഥത്തിൽ ഒരു സ്വത്ത് സമ്പാദിക്കുവാനോ അല്ലെങ്കിൽ അസറ്റ് ക്രിയേഷൻ, ധനകാര്യ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളോ തുടങ്ങിയ സ്ഥാപനങ്ങളൊന്നും നടത്തുവാൻ വേണ്ടിയിട്ട് സർക്കാർ കാര്യമായ രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്തിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ രീതിയിൽ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 10 വർഷം സംസ്ഥാനത്തിലെ ജനങ്ങളെ ചതിക്കുകയായിരുന്നു, പറ്റിക്കുകയായിരുന്നു എന്നതാണ്. ഇനി കിഫ്ബിയിലേക്ക് വരാം. കിഫ്ബി എന്താണ് പ്രധാനമായും ചെയ്യുന്നത്? കിഫ്ബി പ്രധാനമായും ചെയ്യുന്നത് ഇൻഫ്രാസ്ട്രക്ചറാണ്. ഏതൊക്കെ തരത്തിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ? ഒന്ന് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, മറ്റൊന്ന് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള നിർമ്മിതികൾ. ഇത്തരത്തിലുള്ള നിർമ്മിതികളുടെ കാര്യമെടുത്താൽ ഇതിലൊക്കെയും തന്നെ വലിയ അഴിമതിയാണ് സർക്കാർ നടത്തിയിട്ടുള്ളത്. ഊരാളുങ്കലിനാണ് ഈ നിർമ്മാണത്തിൻ്റെയൊക്കെ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. ഊരാളുങ്കൽ വളരെ ക്രെഡിബിലിറ്റിയുള്ള ഒരു സൊസൈറ്റി തന്നെയായിരുന്നു. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ സാന്നിധ്യം കാരണം അവർ വലിയ അഴിമതിക്കാരായി മാറുകയായിരുന്നു. പല മേഖല, ഇപ്പോൾ കടലുണ്ടി പാലം തകർന്നു വീണു. തൃശ്ശൂരിൽ ഒരു സ്കൂളിൻ്റെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അട്ടക്കുളങ്ങരയുടെ സ്കൂള്, കോടികൾ ചിലവാക്കിയ അട്ടക്കുളങ്ങരയുടെ സ്കൂളിൻ്റെ കെട്ടിടം ഇടിഞ്ഞു വീഴുകയുണ്ടായി. ഇത്തരത്തിൽ കിഫ്ബി ചെലവഴിച്ച ഫണ്ടുകൾ പലതും, കിഫ്ബിയിൽ നിന്ന് വഴി ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി കൊടുത്ത ഫണ്ടുകൾ മുഴുവൻ അഴിമതിയിലൂടെ അത് അപ്പാടെ നശിപ്പിച്ച് കളയുകയായിരുന്നു എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അപ്പോൾ സർക്കാരിൻ്റെ ധനസ്ഥിതി ഒട്ടും ശരിയല്ല, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ചിലവാക്കുകൾ, അതായത് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു അഡീഷണൽ ബോഡി ഉണ്ടാക്കി വച്ചിട്ട് പോലും അതുപോലും മര്യാദയ്ക്ക് നോക്കുവാൻ വേണ്ടിയിട്ട് മുൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇനി വരുന്ന സർക്കാരിൻ്റെ കാര്യമെടുത്താലോ, അവരും ഈ അവസ്ഥ പരിഗണിച്ചുകൊണ്ടല്ല കാര്യങ്ങൾ ചെയ്യുന്നത്. അനാവശ്യമായ ഫ്രീ ബീസ് കൊടുത്തുകൊണ്ട്, അതായത് ഇപ്പോൾ KSRTC ബസ്സിലൊക്കെ സ്ത്രീകൾക്ക് ഫ്രീ യാത്ര, അതല്ല യഥാർത്ഥത്തിൽ ഒരു സർക്കാർ ചെയ്യേണ്ടത്. പകരം അവർ അത് കൊടുക്കുവാൻ പ്രാപ്തരാക്കുക എന്നതാണ്. അതിനുവേണ്ടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് സർക്കാർ ചെയ്യേണ്ടത്. പക്ഷേ അതിനു പകരം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാനുള്ള ചില സ്ട്രാറ്റജീസാണ് അവർ നടത്തുന്നത് എന്നതാണ്. നമ്മുടെ പൊതുകടം 3% മാത്രമേ, അല്ലെങ്കിൽ വരുമാനത്തിന് ബഡ്ജറ്ററി ആവശ്യങ്ങളുടെ 3% മാത്രമേ വരാവൂ. അതാണ് യഥാർത്ഥത്തിൽ ആരോഗ്യകരമായ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് വേണ്ടത്. ഇപ്പോഴത്തെ GSDPയുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 33 മുതൽ 34% വരെയാണ്. അതായത് സംസ്ഥാനത്തിൻ്റെ GSDPയുടെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 33 മുതൽ 34% വരെ ഇത് വലിയ ഒരു ബാധ്യതയെ സൃഷ്ടിക്കുന്നുണ്ട്. മൊത്തം ഉത്പാദനത്തിൻ്റെ ഇത്ര ശതമാനം ഒരു കാരണവശാലും കടമായി വരുവാൻ പാടില്ല എന്നതാണ്. അത് സർക്കാരിൻ്റെ വലിയ അനാരോഗ്യത്തെയാണ് കാണിക്കുന്നത്. ഇത്തരത്തിൽ ഒരു നടുപിടിച്ച സർക്കാരാണ് അടുത്ത UDF സർക്കാരിലേക്ക് സംസ്ഥാനത്തിൻ്റെ ബാധ്യതയെ കൊണ്ടെത്തിക്കുന്നത്. ഇനി അവർ എങ്ങനെയാണ് സംസ്ഥാനത്തെ ഭരിക്കുന്നത് എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.